സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനോസ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. വേറെ ഒന്നുമല്ല കാരണം ഗൈസ്, നമ്മുടെ മറ്റേ കഴിഞ്ഞ സർവൈവൽ സീരീസിൻ്റെ ആ ഒരു വേൾഡും കാര്യങ്ങളൊക്കെ നമ്മുടെ നിന്ന് പോയി ഗൈസ്. നമ്മൾ കുറേ ശ്രമിച്ചു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. നമുക്ക് ആ വേൾഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതിലൊന്നും നമ്മൾ തളരുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് കോർ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിതാ അത്യാവശ്യം നല്ല രണ്ട് വില്ലേജും, അതാ ഗൈസ് അവിടെ ഒരു വില്ലേജും, അതേപോലെ യെസ് ഗൈസ് അങ്ങനെ രണ്ട് വില്ലേജും കാര്യങ്ങളാണ് നമ്മുടെ ഹാർഡ്കോർ സീരീസിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇറങ്ങി വന്നപ്പോൾ കിട്ടിയേക്കണേ. അപ്പോൾ എന്തായാലും കിടിലം ഒരു വേൾഡ് തന്നെയാണ് നമുക്കിപ്പോൾ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വേൾഡ്, ഇതെന്ത് ഇത്ര വലിയ വില്ലേജോ? ഇത്ര വലിയ വില്ലേജിൻ്റെ വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട്. എന്താ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇതിൽ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. അപ്പോൾ കഴിഞ്ഞ വേൾഡ് നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ തുടങ്ങി നിർത്തിയതായിരുന്നു. സത്യം പറയാമല്ലോ, നമ്മൾ ആ ട്രേഡ് ഹാള് നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ട്രേഡേഴ്സിനൊക്കെ വെച്ചിട്ട് കുറേ ട്രേഡ് ചെയ്ത് അവരെയൊക്കെ ലെവലും കാര്യങ്ങളൊക്കെ കൂട്ടി വീഡിയോ ഇടാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേൾഡും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇത്ര വലിയ വില്ലേജ് വീടൊന്നും ഞാൻ ലൈബ്രറിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം ഈ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സംഭവം കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നമ്മളെന്തെങ്കിലും വില്ലേജിൻ്റെ എല്ലാ വീട്ടിലും കയറി ഒന്നും നോക്കുന്നില്ല. ഈ 2 ഡോറുള്ള വീട്ടിൽ മാത്രമാണ് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഈ 2 ഡോറുള്ള വീട്ടിൽ മാത്രം ബ്ലാക്ക് സ്മിത്ത്. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു സർവൈവൽ സീരീസ് അല്ലെങ്കിൽ ഹാർഡ് കോർ സീരീസിൽ നമുക്കൊരു ബ്ലാക്ക് സ്മിത്ത് വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവണം. ഗൈസ് 2, 4, 6, 9 അയണും കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് 6 ഒബ്സീഡിയം കിട്ടി ഗൈസ്. എന്തായാലും തുടക്കം തന്നെ നല്ല അടിപൊളി തുടക്കം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കെന്തെങ്കിലും ഇതെന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഇതെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഈ വേൾഡെങ്കിലും പോകാണ്ടിരുന്നാൽ മതി ഗൈസ്. മറ്റേ വേൾഡോ പോയി ആകെ മൂഞ്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വേൾഡെങ്കിലും നമുക്ക് നല്ലപോലെ കളിച്ച് റെഡിയാക്കാൻ പറ്റും നോക്കാം. അതേപോലെ ഇവിടുന്ന് നമുക്ക് എന്തോ സ്പിയറോ അങ്ങനെ എന്തോ, സ്പിയറും പോട്ടെ, അങ്ങനെ എന്തോ ഒരു സാധനവും, അതേപോലെ നമ്മുടെ പിക്കാപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയൺ പിക്കാപ്സ്. പിന്നെ ട്രേഡ് ചെയ്താൽ എന്താ കിട്ടുക? ട്രേഡ് ചെയ്താൽ നമുക്ക് അയണിൻ്റെ അൺബ്രേക്കിംഗ് 3 ഉള്ള അയൺ സോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് പിന്നെ ട്രേഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അതുപോലെ നമ്മൾ അപ്പുറത്തെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അവിടെയും കൂടെ എന്തെങ്കിലും പോയി നോക്കണം. ഇവിടെ കുറേ ലൈബ്രറിയും കാര്യങ്ങളുണ്ട്. ഈ വീട്ടിൽ പോയിട്ട് കാര്യമില്ല ഗൈസ്, ഇത് മറ്റേ വീടാണ്. ഇനി എന്തായാലും നമുക്ക് അപ്പുറത്തെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം. കാരണം നമ്മൾ എന്താ പറയുക, അടുത്തൊരു വില്ലേജും കൂടെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ആ വില്ലേജും കൂടെ എന്തായാലും വേഗം പോയി നോക്കണം. ഇവിടെ ആകെ ഇത്രയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ. പൈസ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ നടന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ആ വില്ലേജും കാര്യങ്ങളിലൊക്കെ എത്തിയതിനു ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ വില്ലേജിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ വില്ലേജിൽ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. ഈ വില്ലേജും ഒരു കുഴപ്പമില്ലാത്ത വില്ലേജാണ്. പക്ഷെ നമുക്ക് ബ്ലാക്ക് സ്മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ പോയി നോക്കി നോക്കാം ഗൈസ്. ഇവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു അയങ്കോളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് ആ ക്യാരറ്റ് എന്തെങ്കിലും പറിച്ചെടുക്കാം. ഇവിടെ ഒന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് ആ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ഇതാക്കി എടുത്തേക്കാം. കാരണം ഫുഡും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇത്ര നേരമായിട്ടും കിട്ടിയില്ല. ക്യാരറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഈ ക്യാരറ്റ് ഇവിടെ നട്ടും വെച്ചിട്ട് തന്നെ പോയേക്കാം ഗൈസ്. കാരണം നമുക്ക് എന്തായാലും ഇനിയും ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാമല്ലോ. ഇനി എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൂടെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. അതാ ഫാം, വില്ലേജർ ഫാം പോകുന്നു, വില്ലേജർ പോകുന്നു. നമുക്കതുപോലെ ഒരു വില്ലേജ് ബ്രീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഏതായാലും കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും വേഗം ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതുപോലെ നേതറിലൊക്കെ പോയാൽ തീരുമാനമാവും. ഹാർഡ് കോറും കൂടെയാണ്. അതിനു മുമ്പ് പടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് കുറേ വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീറ്റും കൂടെ എന്തായാലും നമുക്കൊന്ന് ഇതാക്കി എടുത്തേക്കാം. വീറ്റും കൂടെ എടുത്തേക്കാം. ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ ഗൈസ്. നമുക്ക് ക്രൗ ക്രഷർ അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഇടണം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഏറ്റവും സങ്കടം ഗൈസ്, നമ്മളവരെ ട്രേഡ് ചെയ്ത് ഭയങ്കര ചില ട്രേഡേഴ്സിനെയൊക്കെ നമ്മൾ മാക്സ് ആക്കിയതായിരുന്നു ഗൈസ്. ചിലതിനൊന്നും മാക്സ് ആക്കിയില്ല, ചിലതൊക്കെ ഇച്ചിരി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ഒരു പെട്ടെന്ന് പോയി. അതൊന്നും വീഡിയോ ഇട്ട് കാണിച്ചു തരാൻ പോലും പറ്റിയില്ല. എന്ത് ചെയ്യാനാണ്, എങ്ങനെയായി പോയി. എന്തായാലും നമുക്ക് ഇവിടെ നട്ടും കൂടെ കൊടുത്തിട്ട് വേഗം നമുക്ക് എന്തായാലും പോയി
ഹാർവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഹാർവെസ്റ്റിങ് വേഗം പോയാൽ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 വില്ലേജും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമുക്കിപ്പോൾ കിട്ടിയേക്കണേ. എന്തായാലും ഹാർഡ്കോറിൻ്റെ ഫസ്റ്റ് തുടക്കം തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു തുടക്കം തന്നെയാണ്. 2 വില്ലേജും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ അടിപൊളിയാണ് ഗൈസ്, ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അതായത് നൈറ്റും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഫസ്റ്റ് നൈറ്റാണ് ഗൈസ് നമ്മുടെ ഹാർഡ്കോർ സീരീസിൽ. ഇവിടെ ബാരലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു തേങ്ങയില്ല. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. എന്തായാലും നമുക്ക് മേലെയും കൂടെയൊക്കെ ഒന്ന് പോയി നോക്കണം കഴിച്ചു. അവിടെ മേലെ 2-3 വീടും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എന്തായാലും നൈറ്റായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ബെഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും. ഇവിടെ വെക്കാം അപ്പോൾ കഴിച്ച് അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ പോയി മേലത്തെ വീടൊക്കെ പോയി നോക്കി കഴിച്ചു, ഒരു തേങ്ങ കാണാനില്ല. എന്തായാലും നമുക്ക് ബെഡും പൊട്ടിച്ച് നമുക്ക് വേഗം നമ്മുടെ പഴയ ഇപ്പോൾ ഈ വില്ലേജ് ഒരു വലിയ കുമ്മില്ല കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ആ വില്ലേജ് തന്നെ നമ്മുടെ മെയിൻ വില്ലേജാക്കി എടുക്കാം. എന്തായാലും നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകാം. എത്ര ദൂരം നീന്തി പോകാൻ വയ്യ, വല്ല ബോട്ടും കാര്യങ്ങളും ഉണ്ടാക്കാം. അവിടെ എവിടെയോ മരവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. അവിടെ മരമുണ്ട്. എന്തായാലും നമുക്ക് അവിടെയും കാര്യങ്ങളൊക്കെ പോയി മരവും കാര്യങ്ങളൊക്കെ വെട്ടി വേഗം ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോവാം ഗൈസ്. എന്തായാലും നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്നതിന് ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ ദൂരം കാര്യങ്ങളൊക്കെ ബോട്ട് ഓടിച്ച് വന്ന് അങ്ങനെ നമ്മുടെ പഴയ വില്ലേജിൽ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വില്ലേജാണ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ഇതുവരെയായിട്ട് മൈൻക്രാഫ്റ്റിൽ കാണാത്ത ഒരു വലിയ ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ കണ്ട്. അതുകൊണ്ട് ഈ വില്ലേജും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം നല്ല അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നമുക്കൊരു സാധാ നമുക്ക് ഏതെങ്കിലും ഒരു വില്ലേജുകാരെ വീടും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കണം ഗൈസ്, നമുക്ക് തൽക്കാലത്തേക്ക് നിൽക്കാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ നോക്കിയാലേ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ അപ്പുറത്താണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും അവിടെയും കൂടെ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. നമ്മൾ കഴിഞ്ഞ അവിടെ നമ്മുടെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. അതേപോലെ ആ വുഡ് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം, നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കേണ്ട വരും, ചെസ്റ്റും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. എന്തായാലും നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാം ഗൈസ്. ചെസ്റ്റും അതേപോലെ വീഡിയോ നല്ല വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നല്ല കമൻറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഗൈസ്. അതുപോലെ നമുക്ക് അടുത്ത എന്ത് വീഡിയോ വേണമെന്നോ അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്നാൽ നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ 9 അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ 6 ഒബ്സിഡിയനും ഉണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ആക്സ് കാര്യങ്ങളില്ല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വില്ലേജറിൻ്റെ ഇതിനെന്തോ ഒരു കാര്യം പറയല്ലോ, ടവറോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പം അതിന് നമ്മൾ പോയിട്ട് നമ്മുടെ 3 ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോണ് നമുക്കൊരു ആക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. എന്തായാലും നമുക്ക് വേഗം ഒരു ആക്സും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് ഗൈസ്. അയ്യോ, സ്റ്റോൺ പിക്കാപ്സാണ് ഉണ്ടാക്കിയത് ഗൈസ്. അവിടെയും പോയി ഇത് ചെയ്യാനാ മൊത്തത്തിൽ പോക്കാണ്. നമ്മുടെ കഴിഞ്ഞ സർവൈവൽ വേൾഡും പോയി, എല്ലാം പോയി. നമ്മൾ ആക്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പിക്കാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്തായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇവിടെ നമുക്ക് അടിയിലേക്ക് പോയിച്ച് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കാം. എന്തായാലും നമുക്ക് ഇനി സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ കഴിച്ചൊക്കെ നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് 22 കോപ്പറും കാര്യങ്ങളും കിട്ടി ഗൈസ്. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കണ്ട പോലെ തോന്നിയല്ലോ. 2 ബ്ലാക്ക് സ്മിത്തോ ഗൈസ്? അതവിടെ ബ്ലാക്ക് സ്മിത്തിനെ പോലെ ഉണ്ട്. അതിൻ്റെ ബാക്ക് ബ്ലാക്ക് സ്മിത്ത് ആണ് ഗൈസ്. കിട്ടില്ല. യെസ് ഗൈസ്, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. 2ാമത്തെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വില്ലേജ് കിട്ടി. അപ്പോൾ എന്തായാലും ഡയമണ്ട് ഗൈസ്, നമ്മൾ മൈൻ ചെയ്യാൻ പോകാണ്ട് തന്നെ നമുക്ക് 3 ഡയമണ്ടും കാര്യങ്ങളും കിട്ടി. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സർവൈവൽ അതായത് നമ്മുടെ ഹാർഡ്കോർ സീരീസിൽ ഫസ്റ്റ് ഡയമണ്ടും കാര്യങ്ങളും നമുക്ക് കിട്ടി. നല്ല ഗൈസ് നമ്മുടെ ന്യൂ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ തന്നെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും തുടക്കം തന്നെ അടിപൊളിയാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഒരു ഫർണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഗൈസ്. കാരണം നമുക്ക് ഫർണേഴ്സ് ആവശ്യമാണ്. നമ്മൾ ഹാർഡ് കോർ സീരീസാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ ഫുഡില്ലാണ്ട് ജീവിക്കുന്ന ഭയങ്കര ഇതാണ് ഗൈസ്, പെട്ടെന്ന് ചാവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഫർണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതിനിപ്പോൾ എവിടെ വെക്കും? പൊക്കത്ത് തന്നെ വെക്കേണ്ടി വരും. ആ ഒരു പെട്ടി വീടാണ് ഗൈസ്, ഒരു ചെറിയ വീട്. ആകെ 2 ബ്ലോക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അത്രയും ചെറിയ വീടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ അങ്ങ് വെച്ചേ ഗൈസ്, ഈ പൊക്കത്ത് തന്നെ. എന്തായാലും അവിടെ നമ്മളിവിടെ ഫർണേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫർണേഴ്സിൽ കാര്യമായിട്ട് വെക്കാനൊന്നും ഇല്ല, ഫുഡൊന്നും ഇല്ല. ഇനി എന്തായാലും പോയി ഫുഡ് ഉണ്ടാക്കണം. നമ്മുടെ ആകെ 25 ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും ബാക്കി ഡയമണ്ടും കാര്യങ്ങളും. എന്തായാലും ഡയമണ്ട് കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തായാലും നല്ല ഒരു കിടിലം വീട് തന്നെയാണ് ഗൈസ് കിട്ടിയേക്കണം. എന്തായാലും നമുക്ക് ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേഗം എടുത്ത് വെക്കാം ഗൈസ്. അത് എടുത്ത് വെച്ചതിന് ശേഷം കാണാം. 2000 years later. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായി നമ്മൾ പെട്ടെന്ന് വരുന്നതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇടാത്ത കുറേ ദിവസം കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം നമ്മൾ ആ വേൾഡും കാര്യങ്ങളൊക്കെ കിട്ടുമോ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വേൾഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വേൾഡ് എന്തായാലും നമ്മൾ മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കും ഗൈസ്. ഈ ഒരു ഹാർഡ് കോർ സീരീസ് നമ്മൾ എന്തായാലും മാക്സിമം ഇതൊക്കെ നോക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.